ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ നാളായില്ലേ ലോങ് വീഡിയോസ് ഇട്ടിട്ട്. ഞാൻ കൂടുതലും ഷോർട്സിലാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ഞാനൊരു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്, ശിവാനിയുടെ. നിങ്ങൾ എൻ്റെ മുന്നത്തെ വ്ളോഗ്സിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ കൂടെ നടക്കുന്നത് അഖിലയാണ്. യു ഗൈസ് മേ ഓൾസോ സീൻ ഹർ ഇൻ മൈ പ്രീവിയസ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് അവിടെ ഉണ്ടായ കുട്ടി കുട്ടി വിശേഷങ്ങളും കേക്ക് കട്ടിങ്ങും ഫുഡിങ്ങും അവിടുത്തെ ആൾക്കാരൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. എൻ്റെ വ്ളോഗ് ഞാൻ വേണ്ട വെച്ചില്ലേ എന്റെ ബ്ലോഗ് ഡേ ഇതാണ് ശിവാനി. ഇവളുടെയാണ് ഇന്ന് ബർത്ത്ഡേ. ഇത് ഇവളുടെ വീടാണ്. അപ്പം ഞാനിന്ന് വ്ളോഗ് എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു. ഫ്രെയിമിൽ നിന്ന് മാറി നിൽക്കുക, എന്നെ എടുക്കരുത്. പ്രത്യേകിച്ച് പ്രിയാൻ്റെ ഭയങ്കര ശ്രദ്ധിച്ചിട്ടായിരുന്നു. എൻ്റെ കിച്ചൺ ഇതെടുക്കരുത്, അതെടുക്കരുത്, ഇവിടെ നിർത്തിയില്ല, ഇത് എടുക്കരുത്, അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടേ ഇരിക്കുന്നു എനിക്ക്. സ്പൂണുള്ള ഭാഗം അടച്ചിട്ട് അത്രയുള്ളത് കഴിഞ്ഞ ബാക്കി ഉണ്ടാവും. അതിന്റെ ഒരു ടോയാണ് നീ ഇപ്പൊ ഫിറ്റ് ചെയ്തത്. ഇത് വേറെ സാധനം വേറെ കാർഡോന്നൊക്കെ ഇത്ര സാധനങ്ങളൊന്നും ഇതിലില്ല. അത് എന്താ സാധനം പറയൂ. എന്തൊരു ഉപകാരമില്ലാത്ത സാധനം. ഇതായിരുന്നു നല്ലത്. മനസ്സിലായി. ഞാൻ സ്ട്രൈറ്റ് അല്ല എന്നെ സമ്മതിച്ചില്ല. ഞാൻ ഇതാ ഉദ്ദേശിച്ചത്. Happy birthday to you. കേക്ക് കട്ടിങ്ങും ബഹളങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ഗിഫ്റ്റ്സൊക്കെ അൺബോക്സ് ചെയ്യാനായിട്ടിരുന്നു. ആ ബാഗ് ആക്കിൽ കൊണ്ടുവന്നത്, ആ സോഫയിൽ ഇരിക്കുന്നവനാണ് ആക്കിൽ. അവൻ കൊണ്ടുവന്ന ബാഗ് മിനീസോന്ന് മേടിച്ചത്. അവൻ നല്ല രസമുണ്ട്. ഹാരി പോട്ടർ തീമായിരുന്നു അത്. നല്ല രസമുണ്ട്. അതിലത്തെ ഈ സ്റ്റിക്കേഴ്സും കീ ചെയിൻ എല്ലാം നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. അവളുടെ ഡ്രസ്സിനാണെങ്കിൽ അത് നല്ലപോലെ മാച്ചായിട്ട് വരികയും ചെയ്തു. മൊത്തത്തിലൊരു കോൺഫിഡൻസ് ആയിപ്പോയി. ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്നത് ഞാനും അഖിലയും കൂടെ മേടിച്ചതാട്ടെ. അതിൻ്റെ പാക്കിംഗ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് അഖില പാക്ക് ചെയ്തത്. അപ്പോൾ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് നല്ല കഴിവുള്ള കുട്ടി അഖില. എനിക്ക് അഖില എന്ന് പറയുമ്പോൾ എന്താ വിയോടെ എടുത്തു. ഞങ്ങൾ ആക്ച്വലി അഖില എന്നല്ല അവളെ വിളിക്കാറ്. അപ്പോൾ അവളെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വ്ളോഗിൽ പറയുമ്പോൾ എൻ്റെ ഒറിജിനൽ പേര് തന്നെ പറയണം എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മയിൽ ഞാൻ അഖില എന്ന് പറയണേ. ആ പാക്കിങ് കുളമാക്കാണ്ട് പൊളിക്കാനാണ് അവൾ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നത് ആക്ച്വലി. പക്ഷേ കൊള്ളാക്കാണ്ട് തന്നെ പൊളിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ പാക്കിംഗ് കാണാൻ. ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ ക്ലിപ്സ് ഇടണം എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ക്ലിപ്പ് കണ്ടത്. ഇത് ഞാൻ എടുത്തതെന്ന് അറിഞ്ഞിട്ടില്ല. ആക്ച്വലി അഖിലയാണ് ഇത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ ക്ലിപ്പാണെങ്കിൽ നല്ല ഇഷ്ടമാവും ചെയ്തു. പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് ഗെയിം കളിക്കായിരുന്നു. സ്പൈ എന്നായിരുന്നു ഗെയിമിൻ്റെ പേര്. ഈ കളിച്ച് കഴിഞ്ഞ് കളി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്കും ആക്കിലിനും ഇതെന്താണ് കളി എന്നുള്ളത് മനസ്സിലായത്. ഭയങ്കര ലേറ്റായിട്ടാണ് കത്തുണ്ടായിരുന്നത്. പക്ഷെ കളിച്ച് വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അവനും ഇഷ്ടം. നിങ്ങളാരെങ്കിലും ഈ കളി കളിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
പിന്നെ ഈ ആപ്പിൻ്റെ അകത്ത് വേറെയും കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. മിസ്റ്റർ വൈറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. അതും സ്പൈ ആയിട്ട് സിമിലർ ഇല്ല. പിന്നെ വേറെ എന്തൊക്കെയോ ഗെയിംസ് ഉണ്ട്, ഞാൻ ചെക്ക് ചെയ്യാൻ നിന്നില്ല ഏതൊക്കെയാണെന്ന്. കളിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാന് അത് ഇത്ര ദിവസം ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പറഞ്ഞൂടെ അവള് നോക്കി നീ അത് കാണും എല്ലാവർക്കും ഇങ്ങനെയാവും ഇനി എനിക്കൊന്നും തൊടാൻ പറ്റില്ല ക്വസ്റ്റ്യൻ മാർക്കുകൾ മാത്രം തൊടാൻ പറ്റും. മനസ്സിലായിട്ടില്ല വ്ളോഗിന് വേണ്ടി അടിപൊളി. ഞാൻ പോവാറുണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോ. അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ചിലപ്പോ കൃത്യമായിട്ട് ഓർമ്മയില്ല. പ്രിയാന്റെ അടുക്കത്തോട്ടം പോയിട്ടുണ്ട്. ഞാൻ സ്റ്റോർ പോയിണ്ടാ. എനിക്ക് തോന്നി കാരണം അവള് ബുക്ക് മേടിച്ചിട്ട് ഞാൻ സ്റ്റോറി പോയിട്ടല്ലോ മേടിക്കാൻ, ഞാൻ ഓൺലൈനിൽ മേടിക്കാൻ. നോർമൽ ആക്കി ഇതാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ അവിടെ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? അടുത്തത് ഗെയിമിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നത്. ഇവിടെ പ്രിയാൻറ്റി പിടിയും കോഴി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ അടുത്ത് ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവിടെ തൃശ്ശൂരിലെ ഏതൊരു സ്പോട്ടിൽ പിടിയും കോഴിയും കിട്ടുന്ന കട ഒരു റീല് വന്നു. അപ്പോൾ തൊട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചതാണ് പിടിയും കോഴി കഴിക്കണം എന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആൻറ്റി ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നു. പിന്നെ അത് നന്നായി ഞാൻ കഴിച്ചു. ഈ ആകാശം കാണാൻ നല്ല ഭംഗിയില്ലേ, പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ ഇത്ര ഭംഗിയില്ലാട്ടോ. ഈ വീഡിയോയിൽ നോക്കുമ്പോഴാണ് അതിന് അത്രയും ഭംഗിയുണ്ടായിരുന്നത്. ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ റൂഫ് ടോപ്പിക്കാണ് പോയത്. കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം ഒക്കെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ആസ് യൂഷ്വൽ നമ്മൾ പിന്നെ അത് എടുക്കുമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കാലിട്ടിരുന്ന് വർത്താനം പറഞ്ഞ് കുറേ നേരം അങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴോട്ട് പോയി. അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് പിന്നെ വീട്ടിൽ പോയി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.